ബീനാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ സ്റ്റാർട്ടർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. എല്ലാവരും ചിക്കൻ വെച്ചാണല്ലോ സ്റ്റാർട്ടർ തയ്യാറാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് പ്രോൺസ് വെച്ചാണ് സ്റ്റാർട്ടർ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് 250 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, സോയാ സോസ് 1/2 ടീസ്പൂൺ, കോൺ സ്റ്റാർച്ച് 1 ടേബിൾ സ്പൂൺ. ബാറ്ററിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മൈദ 3 ടേബിൾ സ്പൂൺ, റൈസ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, ബ്രെഡ് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്. മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നാരെല്ലാം കളഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, സോയാ സോസ് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് കൂടെ ചേർത്ത് ഇളക്കി ഇതിന് ശേഷം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മസാല പിടിക്കുവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്ത ചെമ്മീൻ ഓരോന്നും നമുക്ക് ടൂത്ത് പിക്കിൽ കോർത്ത് വെക്കാം. ടൂത്ത് പിക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഈർക്കിൽ ഉപയോഗിക്കാം. നമ്മുടെ ചെമ്മീനെല്ലാം ഇവിടെ ടൂത്ത് പിക്കിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബാറ്റർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായി മൈദ 3 ടേബിൾ സ്പൂൺ, റൈസ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെപ്പർ പൗഡർ, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് ചെമ്മീൻ മുക്കി വറക്കുന്നതിനാവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കാം. ടൂത്ത് പിക്കിൽ കോർത്ത് വെച്ച ചെമ്മീൻ ഓരോന്നും നാം ഉണ്ടാക്കി വെച്ച ബാറ്ററിലും ബ്രെഡ് ക്രംസിലും മുക്കി പ്ലേറ്റിൽ വയ്ക്കാം. ഇവിടെ നമ്മുടെ ചെമ്മീനെല്ലാം വറക്കുവാൻ റെഡിയായിട്ടുണ്ട്. ഈ ബാറ്ററിന് പകരമായി നമുക്ക് മുട്ട പതപ്പിച്ചതും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ചെമ്മീൻ സ്റ്റാർട്ടർ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി സ്റ്റവ് കത്തിച്ച് ചൂട് കട്ടിയുള്ള ഒരു ചീൻചട്ടി അടുപ്പിൽ വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ വറക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഓരോന്നും ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അടുത്ത സെറ്റും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ സ്റ്റാർട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. May God bless you all.